ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് രഹന. ഞാൻ മീര. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് RM ടോക്സ് എന്നൊരു പുതിയ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്നലെയാണ് ശരിക്കും സ്റ്റാർട്ട് ചെയ്തത്, പക്ഷേ വീഡിയോസ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇന്ന് തൊട്ട് നമ്മൾ വീഡിയോസ് ഇടുകയാണ്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും നമ്മളോടൊപ്പം ഉണ്ടായിരിക്കണം. അപ്പം വലിയൊരു ലോങ് വീഡിയോ ആയിട്ട് ഫസ്റ്റ് നമ്മൾ വെറുതെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അപ്പം നമ്മളിന്ന് ആക്ച്വലി എവിടെ പോകാൻ ഉദ്ദേശിക്കുന്നത്? ഇന്ന് സൺഡേ ആണ്. അപ്പം വലിയ വീഡിയോ ഒന്നും ആയിട്ട് നല്ല വെയിലാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഒന്ന് റൂമിൽ ജസ്റ്റ് ഒന്ന് വെളിയിൽ പോകുന്നു. ഇപ്പോൾ എന്തെങ്കിലും ഒരു ഷോപ്പിംഗ് അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്ന് പോയിട്ട് എവിടെയെങ്കിലും പോയിട്ടൊന്ന് ഒരു ഉച്ചയ്ക്ക് മുമ്പ് അല്ലെങ്കിൽ ഒരു ഉച്ചമിങ്ങനെ എത്തും. പിന്നെ മഴയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എത്തണം. ഇങ്ങനെ പിന്നെ വലിയ വീഡിയോസ് ഒന്നും ആയിരിക്കില്ല, ചെറിയ ചെറിയ കുട്ടി വീഡിയോസ് ആയിരിക്കും ഇടുന്നത്. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഷെയർ ചെയ്യുക, കാണുക. അപ്പോൾ എന്തായാലും യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വെൽക്കം. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നമ്മളിന്ന് ഒരു ഗെറ്റ് റെഡി ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പം ഞാനുണ്ട്, മീര ഇവിടെ ഉണ്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആക്ച്വലി നമ്മുടെ ഹോസ്റ്റലാണ്. അതെ, നമ്മളൊരു ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് പരിമിതികളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളതെല്ലാം ക്ഷമിക്കുക. എന്താ പറയുക, അപ്പം നമുക്ക് ഫസ്റ്റ് വീഡിയോ ഉണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ ആകുന്നത്. അത് നമുക്ക് റെഡി ആയിട്ട് നമുക്ക് കാണാം കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ റെഡി ആയിട്ടുണ്ട് പോവാനായിട്ട്. മീര ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും റെഡിയായി നിൽക്കുകയാണ്. അപ്പം നമുക്ക് ഫസ്റ്റ് നമ്മൾ പോകാൻ പോകുന്നത് സ്റ്റുഡിയോയിലായിട്ടാണ് നമ്മൾ ഫസ്റ്റ് പോകുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിലെ കുറച്ച് കാഴ്ചകളും കൊണ്ട് നിങ്ങളെ കാണിച്ചിട്ട് നമുക്ക് നേരെ സ്റ്റുഡിയോയിലേക്ക് പോകാം. ബൈ. അപ്പോൾ നമ്മളിങ്ങനെ കുടയും ചൂടി, ഭയങ്കര വെയിലാണ്, രക്ഷയില്ലാത്ത വെയിലുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് വെളിയിറങ്ങി ഇപ്പോൾ പൊക്കോണ്ടിരിക്കുകയാണ്. ഇനി നമ്മളിവിടുന്ന് കുറച്ചപ്പുറത്തോട്ട് തന്നെ ബസ് സ്റ്റോപ്പുണ്ട്, മനോരമ ജംഗ്ഷൻ. ഇതിപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്യുന്ന പനമ്പള്ളി നഗറാണ്, പ്രീമിയം ഏരിയയാണ്. ഇപ്പം ഇന്നിപ്പോൾ ഇവിടെ ഒന്നും ആളൊന്നുമില്ല, അല്ലെങ്കിൽ ഇപ്പോൾ നല്ല തിരക്കൊക്കെ ഉണ്ടാകുന്നതാണ്. ഇതിപ്പോൾ എന്തായാലും നമ്മൾ അത് നല്ല വെയിലാണ്. ഇപ്പോൾ എന്തായാലും ഇനി അടുത്തിപ്പോൾ സ്റ്റുഡിയോ അവിടെയാണ് പോകുന്നത്. വേറെ ഒന്നുമല്ല, ജസ്റ്റ് ഇപ്പോൾ ഒരു ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നില്ല. സൺഡേ ആയതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വെളിയിൽ പോകും. അപ്പോൾ അങ്ങനെ എടുക്കുന്നതാണ്. അപ്പോൾ എന്തായാലും കാണാം. ശരി. അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് ഒരു പകുതി വഴിയായി, ഇനി കുറച്ചും കൂടെ നടക്കാനുണ്ട്. എന്നിട്ട് നമ്മൾ ബസ് കയറി നേരെ സ്റ്റുഡിയോയിലോട്ടാണ് പോകുന്നത്. സോ അപ്പം നമ്മൾ സ്റ്റുഡിയോയിൽ വന്നിരിക്കുകയാണ്. ഇതാണ് സ്റ്റുഡിയോ. ആക്ച്വലി വരുന്നത് വളഞ്ഞമ്പലത്താണ് ഈ സ്റ്റുഡിയോ ഇരിക്കുന്നത്. അപ്പം നമുക്കിതിനകത്ത് നേരെ കയറി കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ നടത്താം കേട്ടോ. എങ്ങും തൊടാൻ മേലാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. വല്ലാത്തൊരു ചെറിയ വീഡിയോയിലേക്ക് നമുക്ക് നേരെ ലിഫ്റ്റ് കയറാം.
റെസ്റ്റോറൻറ്റിലേക്കാണ്. അവിടെ നല്ല പൊതിച്ചോറ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടുമെന്നാണ് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ റീലൊക്കെ കണ്ട് നോക്കിയതാണ്. ഏതായാലും നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം. പൊതിച്ചോറാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഉണ്ടെന്നുള്ളത് ഭയങ്കര ഫുഡ് വന്നിട്ട് അതിൻ്റെ പൊതിച്ചോറ് മീൻ ഓപ്പൺ ചെയ്തു. കിട്ടാത്ത സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. സാമ്പാറുണ്ട്, ടേബിളെ ഉണ്ടിട്ട് അവിയൽ കിട്ടണ ആദ്യമായിട്ടൊന്നും കാണാത്ത കണ്ടു കഴിച്ചു നോക്കി. അപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ട് കാണാം. സുരക്ഷയിൽ അന്യായ ടേസ്റ്റാണ്. നിരൻ്റെ മൊത്തം പോലും നോക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ്. ഡബ്ബാര ടേസ്റ്റാണ്. അച്ചാറുണ്ട്, പയറ്, നല്ല അടിപൊളി മീൻകറി, മീൻ വറുത്തത്, അവിയൽ അടിപൊളിയാണ്. ഫസ്റ്റായിട്ടും കണ്ണിമാങ്ങ നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്യും. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. അടിപൊളി ഫുഡായിരുന്നു, ഒരു രക്ഷയിലായിരുന്നു. അടിപൊളി ഫുഡെന്ന് പറഞ്ഞാൽ നല്ല ഫുഡ്. കാരണം വെച്ചാൽ നല്ല ഫുഡ് കുറേ നാളുകൾക്കായിട്ട് നമ്മൾ കഴിക്കുന്നില്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഹോസ്റ്റലിലെ ഫുഡായിരുന്നല്ലോ. അപ്പം അഫ്കോഴ്സ് എല്ലാവർക്കും അറിയാം ഹോസ്റ്റലിലെ ഫുഡിൻ്റെ പരിമിതികൾ. അപ്പോൾ അതുകൊണ്ട് വല്ലപ്പോഴൊക്കെ നല്ല ഫുഡ് കഴിക്കും. അപ്പോൾ ഗൈസ് നമ്മളിങ്ങനെ നടന്ന് ഹോസ്റ്റലിലേക്ക് പോവാണ്. അപ്പോൾ ഞാനുണ്ട്, മീരയുണ്ട്. നല്ല വെയിലുണ്ട്. പോയപ്പോൾ ഒടുക്കത്തെ വെയിലായിരുന്നു. ഇപ്പം ഇച്ചിരി ലൈറ്റായിട്ടുണ്ട് വെയിൽ. എങ്കിലും ഓവറോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ പോയി സ്റ്റുഡിയോയിലൊക്കെ പോയി അത് ഫസ്റ്റ് ടൈം കണ്ണിമാങ്ങ. അപ്പോൾ അതും റീൽസ് കണ്ടിട്ടാണ് പോയത്. പോകണമെന്ന് വിചാരിച്ച് പോയതൊന്നുമല്ല, എന്താണ് അങ്ങനെ എന്നാൽ പോയേക്കാം എന്നുള്ള രീതിയിൽ അങ്ങനെ പോയതാണ്. അല്ലാതെ വലിയ പ്ലാൻ ചെയ്ത് പോയതൊന്നുമല്ല. നല്ല അടിപൊളി ഫുഡായിരുന്നു. പ്രമോഷനോ കാര്യങ്ങളൊന്നുമല്ല, അടിപൊളി ഫുഡായിരുന്നു. മസ്റ്റായിട്ടും കടവന്ത്ര ഭാഗത്തൊക്കെ വരുന്നവർ മസ്റ്റായിട്ടും കയറി ട്രൈ ചെയ്യേണ്ടതാണ് കണ്ണിമാങ്ങ. അപ്പോൾ ഏതായാലും നമ്മൾ ഹോസ്റ്റലിലേക്ക് പോവുകയാണ്. ഇനി അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ വഴിയെ കാണിക്കണം. ഫുഡായിരുന്നു. മീൻകറി കൊള്ളായിരുന്നു, മീൻ വറുത്തും കൊള്ളായിരുന്നു. അതെ, ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കൂടെ പറഞ്ഞുള്ളൂ, കുറേ നാളായി അവിയൽ കഴിച്ചിട്ടുണ്ട്. അത് ഇതിലൂടെ സാധിച്ചു. അവിയലൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഫുഡായിരുന്നു കേട്ടോ. 120 രൂപ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ. ഈ എറണാകുളം കടവന്തറ ഭാഗത്തോടൊക്കെ വരുന്നവർ കണ്ണിമാങ്ങ റെസ്റ്റോറൻറ്റിൽ മസ്റ്റായിട്ട് കയറി പൊതിച്ചോറ് ട്രൈ ചെയ്യേണ്ടതാണ്. അടിപൊളിയാണ്. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഹോസ്റ്റലിലെത്തി. ഇനിയിപ്പോൾ എന്തായാലും ചെന്ന് കയറുക. കുറച്ച് ഡ്രസ്സിലെ പരിപാടിയുണ്ട്. ഒന്ന് ഉറങ്ങണം, ക്ഷീണമുണ്ട്, ഉറങ്ങണം. കാരണം നല്ലൊരു ഫുഡ് ഉറങ്ങണം. ഇനി ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഇപ്പോൾ എന്തായാലും കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.